ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളില്ല, ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ എന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീക്കണ പോലെ തന്നെ നേരത്തെ നീച്ചിട്ടുണ്ട്. ഇന്നും 5 മണിക്ക് തന്നെ നീച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ എനിക്ക് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണ് കേട്ടോ. ചെറുപയറൊക്കെ നല്ല വീർത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിലിട്ട് ഒരു 2 അടി അടിക്കുക തന്നെ വേണ്ടുള്ളൂ, അപ്പോൾ ഇതിനത് ആയിക്കോളും. അത്രയ്ക്കും ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കിച്ചുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, അറിയായിരിക്കും. അവന് ചോറിൽ മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള ചെറുപയറാണ് കേട്ടോ. അവൻ എന്തായാലും ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ ഇങ്ങനെയൊക്കെ കഴിക്കുള്ളൂ, അല്ലാണ്ട് ഉപ്പേരി വെച്ചാലൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ ഒരു മോഡലിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ല വേവണം കേട്ടോ. ചെറുപയർ ഇങ്ങനെ പൊട്ടുമല്ലോ, അങ്ങനെ ആവണം. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, മണി ആയിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചെക്കൻ ചിലപ്പോൾ കഴിക്കില്ല. ഒന്ന് ഉടഞ്ഞാലാണ് കേട്ടോ അവൻ കഴിക്കണുള്ളൂ. അപ്പോൾ ഞാനതങ്ങനെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ ഞങ്ങൾ ചളവറയ്ക്ക് പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അവൻ്റെ കടല നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കടല വാങ്ങിച്ചു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാമും മേടിച്ചു കേട്ടോ. ബദാമൊന്നും ഒരുപാട് മേടിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര വിലയാണ് ഈ ഒരു സംഭവത്തിന്. അല്ലെങ്കിൽ നല്ല സാധനങ്ങൾക്ക് ഭയങ്കര വില തന്നെ ആയിരിക്കും, അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇതിന് നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ ഞങ്ങൾ കുറച്ചേ വാങ്ങിച്ചോളൂ, ഇനി തീരുമ്പോൾ ഇനി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇപ്പോൾ ബദാം കൊണ്ടുപോയിട്ട് അവൻ ഇനിയിപ്പോൾ ബദാം വേണ്ടാന്നാട്ടോ പറഞ്ഞു. ഇവനെ അല്ലെങ്കിൽ 2 ദിവസം അടുപ്പിച്ച് എന്തെങ്കിലും കൊടുത്തയച്ചാൽ 3-ാമത്തെ ദിവസം അവനത് മട്ടിക്കാണ് തോന്നുന്നു. അവനങ്ങനെ തന്നെയാണ് കേട്ടോ അവൻ്റെ സ്വഭാവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പത്തിന് നമ്മൾ ചോറിനുള്ള തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് വരുന്ന സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ, തിളയ്ക്കണ സൗണ്ട്. അപ്പോൾ എന്നാൽ വേഗം അരി കഴുകിയിടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ അരി കഴുകിയിടേണ്ട കാര്യം വിട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ മറന്നു ഞാൻ. അങ്ങനെ അരി ഇട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ലെവലിൽ അങ്ങനെ നടക്കണം തന്നെ കേട്ടോ. അപ്പോൾ അത് കാരണം വേഗം അരിയാണ് കഴുകിയിടാന്ന് വിചാരിച്ചു. പിന്നെ 2 പേർക്കും ചോറ് കൊണ്ടുപോകണം കേട്ടോ. ഏട്ടനും ചോറ് കൊണ്ടുപോകണം, കിച്ചുവിനും കൊണ്ടുപോകണം. കാരണം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നീക്കുക തന്നെ വേണം. നേരത്തെ നീച്ചിട്ട് അരി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോറ് വേവാനായിട്ട് കുറച്ച് പാടാണ്. കുറുവ അരിയായ കാരണം കൊണ്ട് തന്നെ കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നീച്ചിട്ട് തന്നെ അരി ഇടണം, എന്നാലാണ് അവർ പോണ സമയമാകുമ്പോഴത്തേനും വേഗം വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നല്ല ബലമായിട്ടിരിക്കുന്നത്. നമ്മൾ ഈ കുറുവ അരി പൊതുവേ വാർത്ത് കഴിഞ്ഞാൽ ഒരു ബലം ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല വെന്തതിന് ശേഷം തന്നെയാണ് ഞാൻ വാർക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ കിച്ചു കഴിക്കില്ല. കിച്ചുവിനാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണം കിട്ടിയാൽ മതി കേട്ടോ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കിച്ചു അത്ര വലിയ ലോക മടിയനാണ് കേട്ടോ. ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മടിയുള്ള കുട്ടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നല്ല, ഇല്ല തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് ഇവൻ്റെ കാര്യം മാത്രമല്ല എനിക്ക് അറിയുള്ളൂ, കാരണം കൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ള ഉരുളൻകിഴങ്ങും പിന്നെ അതുപോലെ തന്നെ കായയും കൂടിയിട്ട് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചാണ് കായ. 2 കായ ഉണ്ടായിരുന്നു, അത് ഒരെണ്ണമായിരുന്നു പഴുത്തടക്കണം കേട്ടോ. അപ്പോൾ അതെടുത്തില്ല, ഒരു മധുരം വന്നാലോ എന്ന് വെച്ചിട്ട് അതെടുത്തില്ല കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഒരു കായ 2 ഓരോന്നാണ് എടുത്തിട്ടുള്ളൂ, ഇവർക്ക് കൊണ്ടുപോകാൻ മാത്രം. പിന്നെ എനിക്ക് ഒരു നേരത്തേക്കാനല്ലേ കഴിക്കേണ്ടുള്ളൂ, അത് വിചാരിച്ചിട്ടാണ് ഇത്ര മതിയെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അതൊക്കെ അങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചു തുമ്പിയൊന്നും ഈ നേരം നീച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പുറത്തൊക്കെ കണ്ടില്ലേ, ജനലിൽ കൂടെ നോക്കിയാൽ കാണാൻ ഇരുട്ടാണ്. നേരം വെളുത്ത് വന്നിട്ടും കൂടി ഇല്ല കേട്ടോ. ഞാനും ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അത് ഓഫാക്കിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ അരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ വറുത്തിടുമ്പോൾ മുളക് പൊടി ഇട്ടിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയപ്പാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. സൗണ്ട് എന്താ പറയുക, തൊണ്ടയൊക്കെ ഇടറണ പോലെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന ചുമയൊക്കെ വരാനാണ് തോന്നുന്നു, മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ സേമിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇന്ന് ഉപ്മാവ് തന്നെയാണ്, നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉപ്മാവ് തന്നെയാണ് ഉണ്ടാക്കണത്. എനിക്കിപ്പോൾ പലഹാരം ഉണ്ടാക്കാനായിട്ട് സമയം തന്നെ കിട്ടണില്ല കേട്ടോ, ഈ നൂൽപുട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ ചെറിയ ഐറ്റംസ് വെച്ച് പിടിക്കുന്നത്. പിന്നെ സേമിയ ഉപ്മാവിൻ്റെ പാക്കറ്റ് 2-3 ഇരിക്കുകയല്ലേ, പിന്നെ അപ്പോൾ അത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക തന്നെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഞാൻ അപ്പത്തിന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. പുറത്തത്തെ മുറ്റടിച്ചു വാരലും ഒക്കെ
കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കുളിച്ചു. അപ്പോൾ ഏട്ടൻ്റെ ചോറ് വിളമ്പി വെച്ചിരിക്കുകയാണ് കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. ചൂടാറിയിട്ടാണ് പാത്രത്തേക്ക് ആക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം ഏട്ടൻ്റെ അടുത്ത് കുറച്ച് ചോറ് വിളമ്പിയിട്ട് അവിടെ വെക്കിട്ടോ പറഞ്ഞപ്പോൾ ഏട്ടൻ ചോറ് വിളമ്പിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ. കിച്ചുവിനും കൊണ്ടുപോകണം, ഏട്ടനും കൊണ്ടുപോകണം കേട്ടോ. 2 പേർക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറാണ് കേട്ടോ ആ ഒരു പ്ലേറ്റിലുള്ളത്. അപ്പോൾ ഞാൻ കിച്ചുവിൻ്റെ പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അവൻ പിന്നെ കുറച്ചല്ലേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അത് ഏട്ടനാണെങ്കിൽ കുറേ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അവനാണെങ്കിൽ കുറച്ച് ആവശ്യമുള്ളൂ. ഏട്ടൻ്റെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചോറ് ഞാൻ ചോറും കലത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് കൊട്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഏട്ടനാണ് കിച്ചുവിനെ കുളിപ്പിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ ഈ നേരത്ത് കുളിക്കണ തന്നെയല്ലേ വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ എന്നാൽ കിച്ചുവിനെയാണ് കുളിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നും ഏട്ടൻ തന്നെ കേട്ടോ കിച്ചുവിനെ കുളിപ്പിക്കാറ്. എനിക്ക് എല്ലാത്തിനും കൂടി സമയം കിട്ടണില്ല കേട്ടോ. വീട്ടിലത്തെ പണി പിന്നെ ഇവർക്ക് ചോറാക്കി കൊടുക്കണമല്ലോ അവർ പോവാറാകുമ്പോഴത്തേനും. ഇവർക്കാണെങ്കിൽ കിച്ചുവിനാണെങ്കിൽ 8:45 വണ്ടി വരും. ഏട്ടനാണെങ്കിൽ 8:30 ആകുമ്പോഴത്തേനും പോവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം എനിക്ക് എല്ലാത്തിനും കൂടി പറ്റണില്ല. അപ്പോൾ അത് കാരണം ഏട്ടനെ കുളിപ്പിച്ച് കൊടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്യാറ് എന്നും. അപ്പോൾ അവനെ മാത്രം കേട്ടോ, ഇടയ്ക്ക് തുമ്പിക്കുട്ടീനെ കുളിപ്പിച്ച് കൊടുക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ തന്നെയാണ് തുമ്പീനെ കുളിപ്പിക്കുന്നത് കേട്ടോ. കുറേ കഴിയുമ്പോൾ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും. അവൾക്ക് ഒന്ന് ചെറിയൊരു വെയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുളിപ്പിക്കും കേട്ടോ. മഴയത്ത് കുളിപ്പിക്കില്ല, നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ 2 പേരും കുളിപ്പിക്കുക. എന്നാലും ഞാൻ മഴ പെയ്യണ സമയത്ത് കുളിപ്പിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചുവിനെ ഉപ്പേരി ആക്കിയിട്ടില്ല കേട്ടോ. അവന് ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തതാണ് ആക്കിയിട്ടുള്ളൂ, പിന്നെ ചെറുപയറും അത് ചോറിൽ മിക്സ് ചെയ്തത്. ഏട്ടന് ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയല്ല വറുത്തതാക്കിയിട്ടില്ല. ഏട്ടന് ഉപ്പേരി മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഇന്ന് കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കറി വെക്കാൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടിരിക്കുകയാണ്. ഇന്ന് വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ അത് കാരണം കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഏട്ടന് ഉപ്പേരി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത് കേട്ടോ. ഏട്ടനത്തി അങ്ങനെ പറയുന്നുണ്ട്, ഉപ്പേരി മാത്രമേ ഉള്ളൂ, ഉപ്പേരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ട്, എന്താ ഇന്ന് ഉപ്പേരി മാത്രം കൂട്ടിയിട്ട് എങ്ങനെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു. ചൂടുവെള്ളമാണ് കേട്ടോ, അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാകുന്ന വെള്ളമാണ്. അപ്പോൾ അതാണ് നിറച്ച് കൊടുക്കുന്നത്. ഏട്ടൻ ആ വെള്ളം തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അവിടുത്തെ വെള്ളമൊന്നും ഏട്ടൻ കുടിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇസ്തിരിക്ക് ഇടാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഏട്ടൻ്റെ ഡ്രസ്സും അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ടാസ്ക് എന്ന് പറയണത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് അതാണ് ഏറ്റവും ദേഷ്യം. വന്ന് കഴിക്കുകയില്ല. ഏട്ടൻ്റെ കിച്ചു കണ്ടില്ലേ കാണിക്കുന്നത്, കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വരികയില്ല. അവനൊരു 150 ന്യായം പറഞ്ഞിട്ടാണ് കഴിക്കുകയുള്ളൂ കേട്ടോ. ദേഷ്യം വരും. ചില സമയത്ത് ചീത്തയൊക്കെ പറഞ്ഞാലാണ് ഒരു വായിൽ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ അവൾ പറയും ഏട്ടന് കൊടുക്കുക ആദ്യം എന്നിട്ടാണ് കഴിക്കുകയുള്ളൂ പറയും. അവൻ നേരെ തിരിച്ചും പറയും. അപ്പോൾ അത് കാരണം മനുഷ്യനെ പ്രാന്തം പിടിപ്പിക്കും കേട്ടോ ചില സമയത്ത്. അപ്പോൾ തുമ്പിക്കുട്ടിയാണല്ലേ രാവിലെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് മുഖത്തു കൂടെ ഒക്കെ വെച്ച് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ പറഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ കൊടുത്ത് കുറച്ചൊക്കെ വയറ്റിലാക്കി കേട്ടോ. പക്ഷെ എത്ര കൊടുത്താലും എത്ര കഴിച്ചാലും എൻ്റെ കിച്ചുവിൻ്റെ വയറ് ഇങ്ങനെ തന്നെ ഒട്ടി കിടക്കൂട്ടോ. അവൻ്റെ വയറ് അവൻ എത്ര കഴിച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവൻ്റെ അങ്ങനത്തെ ഒരു വയറാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഞാനും കഴിച്ചു കേട്ടോ. കഴിക്കലൊക്കെ കഴിഞ്ഞു. ഏട്ടൻ പോയി കേട്ടോ. ഏട്ടന് വർക്കുണ്ട്, ഏട്ടൻ പോയി. അപ്പോൾ കിച്ചുവിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ട്രൗസറിൻ്റെ അടിയിൽ വേറൊരു ട്രൗസറും കൂടി ഇട്ടിട്ടോ. അവന് ടീച്ചർ പറഞ്ഞു അത്ര. പിന്നെ ടീച്ചർ പറഞ്ഞു മാത്രമല്ല ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവന് സിബ്ബുള്ള ട്രൗസറല്ലേ. അപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്യാൻ പോകുമ്പോൾ സിബ്ബൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ അത് കാരണം ടീച്ചറും പറഞ്ഞിട്ടുണ്ട് ഇത്ര ട്രൗസർ ഉള്ളിലിട്ടിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്, യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവരാണെങ്കിൽ യൂണിഫോം ഇടുന്ന സമയത്ത് അടങ്ങി നിൽക്കുകയില്ല കേട്ടോ. അപ്പം അങ്ങോട്ടും കൂടി ചാടിയും കൊണ്ടും ഓടിയും കൊണ്ടാണ്. അത് കാരണം നേരം പോലെ ഇടാനും പറ്റില്ല. അതാണെങ്കിൽ ഇൻസൈഡ് ചെയ്തിട്ട് വേണ്ട ഇടാൻ വേണ്ടിയിട്ട്. ഇവരൊരു ചാട്ടം ചാടി കഴിഞ്ഞാൽ ഷർട്ട് പുറത്തേക്ക് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേ നേരത്തെ പരിശ്രമമാണ് ഈ യൂണിഫോം ഇടാൻ വേണ്ടിയിട്ടുള്ളത്.
അപ്പം അങ്ങനെ യൂണിഫോമൊക്കെ കടലുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ബസ് വരാറാവണേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേനും എന്താ വേഗം കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്, അത് വേഗം തിരുമ്പിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതുവരെ വെറുതെ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മഴയൊക്കെ വരുമ്പോഴത്തേനും വേഗമായിട്ട് തുണികൾ തിരുമ്പിയിടാമെന്ന് വിചാരിച്ചിട്ട് തിരുമ്പാനായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പം അങ്ങനെ തിരുമ്പി പകുതിയായപ്പോൾ വണ്ടിയുടെ ഹോണടി കേട്ടു കേട്ടോ, കിച്ചുവിൻ്റെ ബസ്സിൻ്റെ. അപ്പം വേഗം അങ്ങോട്ട് ഓടിയിട്ടോ, വേഗം അവനെ ബസ്സിൽ കയറ്റിയിടാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ കിച്ചു സ്കൂളിലേക്ക് ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സങ്കടം വരുള്ളൂ കേട്ടോ. പിന്നെ ആളുണ്ടാവില്ല, സത്യം പറഞ്ഞാൽ ഒരു സൗണ്ടും ഒരു ഒച്ച എനക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ തുമ്പിക്കുട്ടി ഒറ്റയ്ക്കാവും, എനിക്ക് ആകെ സങ്കടം വരുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ വലിയ ഇതിൽ ഉണക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വെയിലുണ്ടാവില്ല എന്നൊന്നും അറിയില്ല. ഇപ്പം എന്തായാലും മഴയൊന്നും പെയ്യണില്ല, വെയിൽ നോക്കിയിട്ടല്ല കേട്ടോ, മഴ ഇപ്പം എന്തായാലും പെയ്യണില്ല. അപ്പോൾ അത് കാരണം വേഗം തുണികളൊക്കെ അടി വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളമെങ്കിലും വാർന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഉണങ്ങിയിട്ടില്ലെങ്കിലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് അതിനെ അതിന് വിരിച്ചിടണമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ തുമ്പിക്കുട്ടിയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കണമുണ്ട്. അപ്പം ഇന്ന് മഴ പെയ്യുമോയെന്ന് സംശയം തന്നെയാണ് കേട്ടോ. കാരണം ഇന്നൊരു ആകാശം എന്നൊരു തെളിഞ്ഞ മട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ടുള്ള ധൈര്യത്തിലാണ് വിരിച്ചിടണത് തന്നെ. അപ്പം മഴ പെയ്യില്ല തോന്നുന്നുണ്ട്, ഇന്ന് ചെറിയൊരു വെയിലൊക്കെ ഉണ്ടാവും തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കും. ഇന്ന് വലിയ മൂടൽ കാണാനില്ല, ഇന്നൊരു ചെറിയൊരു ആശ്വാസം ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈശ്വര വേഗം ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതി പറഞ്ഞിട്ടോ ഞാനിരിക്കുന്നത്. കാരണം ഒരു ലോഡ് തുണിയോട് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇനിയുണ്ട് അകത്തുണ്ട്. അപ്പോൾ വെയിൽ നന്നായി വരില്ലേന്ന് അറിഞ്ഞിട്ടാണ് പുറത്തേക്ക് എല്ലാതും കൂടി ഇടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ തിരുമ്പിയത് മാത്രം ഇടണത്. എന്നിട്ട് വേണം, വെയിൽ നല്ല വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മുറ്റം നിറച്ചു, മുറ്റം അഴക്ക മൊത്തം ഇന്ന് തുണികൾ തന്നെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് എനിക്ക് അധികം പണികളൊന്നും ഇല്ല കേട്ടോ. രാവിലെ നേരത്തെ നീച്ചിട്ട് എല്ലാം ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണികൾ ഒരുങ്ങും കേട്ടോ. ഒരു 10 മണിയുടെ ഉള്ളിൽ തന്നെ എൻ്റെ എല്ലാ പണികളും കഴിയും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ വെറുതെ കുറച്ച് നേരം വെറുതെ ഇരിക്കുകയൊന്നുമില്ല കേട്ടോ, ഷോർട്സ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യലും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ തന്നെയാണ്. അല്ലാതെ വെറുതെ ഇരിപ്പൊന്നുമല്ല കേട്ടോ. ഉറങ്ങൊന്നുമില്ല കേട്ടോ, ഞാൻ ഉച്ചയ്ക്കൊന്നും തന്നെ കടന്ന് ഉറങ്ങൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ വെയിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സകല തുണിയോട് നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. കസേരകളായ കസേരകളിലൊക്കെ പിന്നെ ഷീറ്റിൻ്റെ മേലെ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടി കണ്ടില്ലേ ഉറങ്ങി. അപ്പം ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം കടന്നു കേട്ടോ. ഇനി കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.